ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. കാരണം എൻ്റെ അമ്മച്ചിക്കും അച്ചാച്ചിക്കും അവിടെ അർത്തുങ്കൽ പള്ളിയിൽ നേർച്ച സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോയി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിക്കുള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ട് അമ്മച്ചിയെയും കൂട്ടിക്കൊണ്ട് അച്ചാച്ചിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ്. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെയുണ്ട്. അപ്പോൾ അച്ചായൻ കുറച്ചൊക്കെ നടക്കും. അമ്മച്ചിക്ക് തീരെ വയ്യ. അപ്പോൾ അമ്മച്ചിയെ പിടിച്ചോണ്ടൊക്കെ പോയില്ലെങ്കിൽ അമ്മച്ചി വീഴും. അതുകൊണ്ടാണ് അമ്മച്ചിയെ വളരെ കെയറായിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത്. അച്ചായനാണെങ്കിൽ കുറച്ചുകൂടെ ആരോഗ്യമുള്ളതുകൊണ്ട് അച്ചായൻ കുറച്ചുകൂടെ ഒക്കെ നടക്കുകയും തനിയെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പം അച്ചായനെയും അമ്മച്ചിയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ മങ്കൊമ്പിലുള്ള, അതായത് മങ്കൊമ്പ് തെക്കേക്കര, കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കരയിലുള്ള ഏവീസ് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും ഇവർക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഇടയ്ക്കൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഈശ്വരൻ കഴിഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ രണ്ടുപേരെയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും നന്ദിയും ഒക്കെ ഉള്ളത് അവരോട് മാത്രമാണ്. അവർ കഴിഞ്ഞിട്ടേ മറ്റെന്തും എൻ്റെ ലൈഫിലുള്ളൂ. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കും. എൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പലപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നൂഡിൽസാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാ ദിവസവും അവർ സാധാരണ ചോറൊക്കെയാണ് വീട്ടിൽ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവർക്കും ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ നൂഡിൽസും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുത്തു. ചിക്കൻ്റെ നല്ല അടിപൊളി കറിയൊക്കെയാണ് വാങ്ങിയത്. പിന്നെ നൂഡിൽസൊക്കെ വാങ്ങി, പിന്നെ ജ്യൂസും ഒക്കെ വാങ്ങി, പൈനാപ്പിൾ ജ്യൂസും ഒക്കെ വാങ്ങി. അപ്പോൾ അവരെ സന്തോഷമായി കാണണം എന്നുള്ള, ഇനി എൻ്റെ കൂടെ അവർ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെയൊക്കെ കഴിയണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹോട്ടലിലൊക്കെ കയറി ഇതുപോലെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഫുഡും വാങ്ങിയൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഹോസ്പിറ്റലിലും ഒക്കെ പോയി. അതിനുശേഷം വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങി. അപ്പം ഞങ്ങൾ ചോറാണ് വാങ്ങിയത് കേട്ടോ. അവർക്ക് ചോറ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ചോറാണ് ഞങ്ങൾ വാങ്ങിയത്. ചോറ് വാങ്ങിയപ്പോഴത്തേനും അതിൻ്റെ കൂടെ നമുക്ക് കൊഞ്ച് ഫ്രൈ ആണ് ഇപ്പം ഞാൻ കഴിക്കുന്നത്. കൊഞ്ച് ഫ്രൈ ആണ്. കൊഞ്ച് ഫ്രൈ ഒക്കെ വാങ്ങി അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം വാങ്ങി. പിന്നെ അതുപോലെ തന്നെ നല്ല കറി, മീൻകറിയാണ് കേട്ടോ. നല്ല അടിപൊളി മീൻകറിയും കാര്യങ്ങളും ഒക്കെയാണ്. അത് നമ്മൾ നല്ല എരിവ് കുറഞ്ഞിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ പറഞ്ഞ് എരിവ് കുറച്ചിട്ടൊക്കെയാണ് ഞാൻ മീൻകറിയൊക്കെ വാങ്ങിയത്. പിന്നെ ഒരുപാട് കൂട്ടം കറികളുണ്ട് കേട്ടോ അവിടെ. ഈ പറഞ്ഞ കണക്ക് അത് AVC തന്നെയാണ് കഴിച്ചത് കേട്ടോ. AVC തന്നെയാണ് ഞാൻ കഴിച്ചത്. തിരിച്ചു വന്നപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും AVCയിലൊക്കെ കയറിയാണ് കഴിച്ചത്. എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് അവരുടെ ആ സന്തോഷമൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് കഴിക്കും. അത് വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ അങ്ങനെ അവരുടെ ആ സന്തോഷത്തെ പ്രതി ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും ഒക്കെ കഴിച്ച് ഇങ്ങനെ തിരിച്ചു വരികയാണ് പതിവ്. അങ്ങനെ വീട്ടിൽ വരികയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല കറികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് കൂട്ടം കറികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് ഞാൻ അമ്മയ്ക്കൊക്കെ എടുത്തു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് മീനൊക്കെ ആണെങ്കിലും അച്ചാച്ചിക്കൊക്കെ മുള്ളു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ മീനിൻ്റെ മുള്ളൊക്കെ ഞാൻ അടത്തി എടുത്തു കൊടുക്കും. ഇപ്പം ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊഞ്ച് ഫ്രൈ ആണ്. കൊഞ്ച് ഫ്രൈ ആ കമ്പയിൽ കോർത്തിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ ഊരിയെടുക്കാൻ പാടാം. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ കൈകൊണ്ട് അത് എടുത്തു കൊടുക്കുന്നത്. കാരണം വളരെ സോഫ്റ്റായിട്ട് കഴിക്കാം. പ്രായമുള്ളവർക്കും കൊച്ചു കുട്ടികൾക്കും വരെ വളരെ സോഫ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഞാൻ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള, ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ വെറൈറ്റി കറികളും മീനും ഫിഷിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അച്ചായന് കൂടുതൽ ഇഷ്ടം ഫിഷാണ്. അപ്പം ഞാൻ കൂടുതലും ഫിഷ് കറിയാണ് കൂടുതൽ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ചിക്കനും വാങ്ങും, ബീഫും വാങ്ങും. അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ വാങ്ങി
അവർക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ആ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കണം. കൊടുത്തേച്ച് അവർ കഴിക്കുമ്പോൾ ഒക്കെ നോക്കണം, അവരുടെ ആ മുഖത്തൊക്കെ വിരിയുന്ന സന്തോഷം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കണം, പുറത്തു നിന്നൊക്കെ വാങ്ങി കൊടുക്കണം. നമ്മൾ ഭാര്യയും മക്കളും ഒക്കെ കുട്ടികളും ഒക്കെ ആയിട്ട് മാത്രം പോയി കഴിക്കാതെ മാതാപിതാക്കളെ, വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയും കൂടെ ഒക്കെ ഇടയ്ക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലുള്ള ഹോട്ടലിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്കും വയറ് നിറയെ ഫുഡ് വാങ്ങി കൊടുക്കണം. അവരോട് നന്നായിട്ട് സ്നേഹപൂർവ്വം പെരുമാറണം. അവർക്ക് വേണ്ടുന്ന മരുന്നുകളൊക്കെ വാങ്ങിക്കൊടുക്കണം. പലപ്പോഴും ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇതുപോലെ ചാനൽ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തു പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ നിങ്ങളും കൊണ്ടുപോകണം. നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ കൊണ്ടുപോയി അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയും, അതുപോലെ വീട്ടിലാണേലും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു സന്തോഷമാണ്, മനസ്സുഖമാണ്. അത് അനുഭവിച്ചാൽ ശരിക്കും ഈ ലോകത്തിലെ സ്വർഗം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മാതാപിതാക്കളോടും മക്കളോടും ഭാര്യയോടൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എല്ലാവരും പരസ്പരം സംസാരിച്ച് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകാൻ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലപ്പോഴും പല വീടുകളിലും ഇതുപോലെ ഒരു ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുകയോ കൊടുക്കുകയോ ഒന്നുമില്ല. ഇപ്പൊ അവരെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് രാവിലെ പോകും. സാധാരണ രീതിയിൽ രാവിലെ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രാവിലെ ഇറങ്ങുന്നതിനാന്ന് വെച്ചാൽ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കൊണ്ടുവന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഇവർക്ക് വാങ്ങി കൊടുക്കുന്നത്. വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ ഒരുപാട് സമയവും ഒക്കെ പോകും. അതുകൊണ്ട് രാവിലെ ഇറങ്ങും. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഊണും വൈകിട്ടത്തെ ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തേറെ ആ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള സന്തോഷവും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്